സർക്കാരിന്റെ വികസന സദസ്സ് എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് എന്ന് കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തിരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നവകേരള സദസ്സ് നടത്തിയിട്ട് എന്ത് പ്രയോജനമുണ്ടായി എന്നുള്ള ചോദ്യവും സണ്ണി ജോസഫ് ഉന്നയിക്കുന്നു. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഒരു പദ്ധതി പോലും കേരളത്തിൽ നടപ്പായോ? ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരം. സർക്കാരിനെതിരായിട്ട് വിധി എഴുതാൻ ഇപ്പോൾ ജനങ്ങൾ വീർപ്പുമുട്ടിയിരിക്കുകയാണ് എന്ന് സണ്ണി ജോസഫ് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനത്തിനും ഫണ്ട് ശേഖരണത്തിനും സണ്ണി ജോസഫ് നേതൃത്വം നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ 2023. അതിന് എത്ര രൂപ ചെലവാക്കി? നവകേരള യാത്ര. എന്താ അതിന്റെ പേര്? പേര് തന്നെ മറന്നുപോയി. പേര് തന്നെ നിങ്ങളും മറന്നുപോയി, ഞാനും മറന്നുപോയി, ജനങ്ങളും മറന്നുപോയി, മുഖ്യമന്ത്രിയും മറന്നുപോയി. ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിന്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം, ഒരു കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഒരു തട്ടിപ്പാണിത്, തട്ടിക്കൂട്ടലാണിത്. ജനങ്ങളുടെ മുൻപിൽ പരാജയം സമ്മതിക്കലാണിത്. ഇതുവരെ ചെയ്യാത്ത ഇനിയാണോ വികസനം? ഒരു പഞ്ചായത്തിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇനിയാണോ വികസനം? ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിവുണ്ട്. ഈ സർക്കാരിന്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു. അതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല.